വായ്പയുടെയും അതുപോലെ തന്നെ നിക്ഷേപത്തിൻ്റെയും പ്രത്യേകതകൾ കൂട്ടിയിണക്കി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ചിട്ടി. മുടങ്ങാതെയുള്ള മാസടവ് വഴി അത്യാവശ്യ സമയത്ത് വലിയൊരു തുക നേടുവാൻ ചിട്ടി വഴി നമുക്ക് സാധിക്കും. വായ്പയിലേക്കെന്ന പോലെ തന്നെ ഉയർന്ന തിരിച്ചടവ് പേടിക്കാതെ മുൻകൂട്ടി നിശ്ചയിച്ച തുക മാത്രമാണ് നമുക്ക് ചിട്ടിയിൽ തിരിച്ചടയ്ക്കേണ്ടത്. 25 ലക്ഷം രൂപ വരെ ഭാവിയിൽ ആവശ്യമുള്ള ഒരാൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്ന ഒരു റെഗുലർ ചിട്ടിയെ ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു ചിട്ടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു തിരിച്ചടവ് കാലയളവിൽ വലിയൊരു തുക സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചും അനുയോജ്യമായ ഒരു ചിട്ടിയാണിത്. ഇതിൻ്റെ ഒരു തിരിച്ചടവ് കാലയളവ് എന്ന് പറയുന്നത് 40 മാസമാണ്. KSFE ശാഖകളിൽ അധികം ആരംഭിച്ചിട്ടില്ലാത്തൊരു ചിട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 75,000 രൂപ മാസ അടവും 40 മാസ കാലാവധിയുള്ള 30 ലക്ഷം രൂപയുടെ റെഗുലർ ചിട്ടിയാണിത്. ആദ്യ മാസത്തിൽ ചിട്ടിയിൽ അടയ്ക്കേണ്ടി വരുന്നത് 75,000 രൂപയാണ്. റെഗുലർ ചിട്ടിയായതിനാൽ മാസത്തിൽ 30% വരെ ലേലക്കിഴിവിൽ നമുക്ക് ചിട്ടി വിളിച്ചെടുക്കാം. ഈ സമയത്ത് 56,250 രൂപയാണ് ചിട്ടിയിലേക്കുള്ള മാസ അടവ് വരുന്നത്. 75,000 രൂപയ്ക്കും 56,260 രൂപയ്ക്കും ഇടയിൽ മാസ അടവ് സാധിക്കുമെങ്കിൽ എളുപ്പത്തിൽ ചേരാൻ പറ്റിയൊരു റെഗുലർ ചിട്ടിയാണിത്. ഇനി എത്ര രൂപ കയ്യിൽ കിട്ടും എന്ന് നമുക്ക് നോക്കാം. 30 ലക്ഷം രൂപയാണ് ചിട്ടിയുടെ സ്ഥല. 26 മുതൽ 27 ലക്ഷം രൂപ ആവശ്യമുള്ളവർക്ക് ഉചിതമായ ഒരു ചിട്ടിയാണിത്. 30% ലേലക്കിഴിവിൽ ചിട്ടി ലേലത്തിൽ വിളിച്ചെടുത്താൽ 9 ലക്ഷം രൂപ കിഴിവിൽ 21 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. 10 മാസം മുതൽ 12 മാസത്തിനിടയിൽ ചിട്ടി 30% വരെ ലേലക്കിഴിവിൽ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സമയത്ത് ചിട്ടി വരിക്കാരന് മാസത്തിൽ 18,750 രൂപ ലാഭവിഹിതമായി ലഭിക്കും. ചിട്ടി കാലാവധിയോളം 3 ലക്ഷത്തിനും 3.5 ലക്ഷത്തിനും ഇടയിൽ ലാഭവിഹിതമാണ് ഏകദേശം ഈ ഒരു ചിട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. ചിട്ടി കാലാവധിയോളം കാത്തിരുന്നാൽ 28,50,000 രൂപയാണ് ലഭിക്കുന്നത്. ഇനി ഈ ഒരു ചിട്ടിയിൽ ഈടാക്കുന്ന മറ്റു ചാർജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിട്ടി ലേലം വിളിച്ചെടുക്കുമ്പോൾ 5% ഫോർമാൻ കമ്മീഷൻ, 18% GST, ഡോക്യുമെന്റേഷൻ ചാർജ് എന്നിവ നമുക്ക് നൽകേണ്ടി വരും. ലേലക്കിഴിവിൽ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടുന്നതായിരിക്കും. ഫോർമാൻ കമ്മീഷൻ തുകയുടെ 18%മാണ് GST. ഈ ഒരു ചിട്ടിയിൽ 1.5 ലക്ഷം രൂപയാണ് ഫോർമാൻ കമ്മീഷൻ, അതായത് 30 ലക്ഷത്തിൻ്റെ 5%. ഇതിൻ്റെ 18%മായ 27,000 രൂപ GST ആയി നമുക്ക് നൽകണം. 260 രൂപയോളമാണ് ഏകദേശം ഇതിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ ചാർജായി വരുന്നത്. ഇനി ഈ ഒരു ചിട്ടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ജാമ്യങ്ങൾ എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം. KSFEയിൽ നിന്ന് ചിട്ടിപ്പണം ലഭിക്കുവാൻ മേൽബാധ്യതയ്ക്ക് തുല്യമായ ജാമ്യങ്ങൾ നൽകണം. സാമ്പത്തിക രേഖകൾ, വ്യക്തിഗത ജാമ്യം, വസ്തുജാമ്യം, സ്വർണ്ണാഭരണ ജാമ്യം എന്നിങ്ങനെ 4 തരം ജാമ്യങ്ങളാണ് KSFE സ്വീകരിക്കുന്നത്. നിക്ഷേപ രസീതുകൾ, 4 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുള്ള നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ, കിസാൻ വികാസ് പത്ര, LIC സറണ്ടർ വാല്യൂ, വിളിച്ചെടുക്കാത്ത KSFE ചിട്ടിയുടെ പാസ്ബുക്കുകൾ, ബാങ്ക് ഗ്യാരണ്ടി എന്നിവ സാമ്പത്തിക രേഖകളായി ഉപയോഗിക്കാം. ഇനി ഈ ഒരു ചിട്ടിയിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എവിടെ നിന്നും ചേരുവാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. KSFEയുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈറ്റിൽ പോയി, ഈ ഒരു KSFE ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ പോയി ഗെറ്റ് ന്യൂ ചിട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ബ്രാഞ്ചിൽ എവിടെയാണ് ഈ ഒരു ചിട്ടി ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതെന്ന് വളരെ ഈസിയായി മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ ലഭിക്കുന്നതായിരിക്കും. അത് കാണുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.